مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓരോ വിധികളും നമ്മോട് വിലക്കിയിട്ടുള്ള ഓരോ നിരോധങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ സമുന്നത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഓരോ തെളിവുകളും വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ മേഖലയിലും ഓരോ നിയമനിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നും അതിന്റെ ഉദാഹരണമായി ശുദ്ധീകരണം എന്ന കാര്യത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. 5 നേരവും നമസ്കരിക്കണമെങ്കിൽ ആ നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് തന്നെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ത്വഹാറത്ത്, തുഹൂർ, അതിന്റെ പ്രാധാന്യം 2 രൂപത്തിലാണ് ത്വഹാറത്ത്. ഒന്ന് ത്വഹാറത്തും മിനൽ ഹദസും ത്വഹാറത്തും മിനൽ നജസും. ത്വഹാറത്തുൽ മിനൽ ഹദസ് എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ ഉണ്ടാകാൻ പാടില്ല. എത്ര വൃത്തി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും, എത്ര വൃത്തിയായ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നമസ്കരിക്കണമെങ്കിൽ ഒളു എടുക്കണം. ആ ഒളു എടുക്കുന്നതിലൂടെ എന്തായിരുന്നാലും ഒരാളുടെ ശരീരം ശുദ്ധമാവുകയാണ്. കയ്യും മുഖവും എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മിൽ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ലാ അൻ തകൂന സായിമൻ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നീ നന്നായി അങ്ങനെ ചെയ്യണം, നോമ്പില്ലെങ്കിൽ. എന്ന് വെച്ചാൽ നോമ്പില്ലെങ്കിൽ എന്ന് പറയാൻ കാരണം, അങ്ങനെ ചെയ്യുമ്പോൾ മൂക്കിലൂടെ വെള്ളം ഉള്ളിലേക്ക് പോയി നോമ്പ് മുറിയാൻ ഇടയാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അവ നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് ഓരോ സംഗതിയും ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം അവൻ പള്ളിയിലേക്ക് വന്നാൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളോ മതമില്ലാത്തവരോ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് പോലെയല്ല. അവന്റെ ഉള്ളും പുറവും ഒക്കെ വൃത്തിയായിട്ടുണ്ടാകും. വായ വൃത്തിയാക്കണം. 3 പ്രാവശ്യം വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കണം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അകല ഥൂമൻ ഔ കറാസൻ ഫലാ യഖ്റുബന്ന മസ്ജിദനാ. വെളുത്തുള്ളി തിന്നിട്ട്, ഉള്ളി തിന്നിട്ട് അതിന്റെ ദുർഗന്ധവുമായിട്ട് ആരും തന്നെ നമ്മുടെ പള്ളിയിലേക്ക് വരരുത്.
ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. അങ്ങനെ ദുർഗന്ധവുമായി നിങ്ങൾ പള്ളിയിലേക്ക് വന്നാൽ മനുഷ്യർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുക, മലക്കുകൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകും എന്ന്. വായനാറ്റമുള്ള ഒരാൾ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന അസഹ്യമായ നാറ്റമുള്ള വായയുമായിട്ടൊരു മുസ്ലിം പള്ളിയിൽ വരാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ തന്നെ കാണാം, വസിയാബക ഫതഹിർ, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കണം. ഇങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് വിശദീകരണം കാണാൻ സാധിക്കും. ഈ ഒരൊറ്റ ചെറിയ 2 വാക്കുള്ള ഈ ആയത്തിന് പേജുകൾ വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിശുദ്ധ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാതാവാണ് സഹാബിമാരുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം നമുക്ക് കാണാം. അതാഹു റജുലുൻ വ അന ജാലിസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അറഅയ്ത ഖൗലല്ലാഹി വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കണം എന്ന ഖുർആൻ വചനത്തെ സംബന്ധിച്ച് അങ്ങേക്കെന്ത് പറയാനുണ്ട്? ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തൽബസ്ഹാ അലാ മഅസിയത്തിൻ വലാ അലാ ഗദ്റ, നീ തെറ്റിന്റെ വസ്ത്രവും ധരിക്കരുത്, വഞ്ചനയുടെ ചതിയുടെ വസ്ത്രവും ധരിക്കരുത്. അപ്പൊ വസ്ത്രം ശരിക്ക് കഴുകി ശുദ്ധിയാക്കുക എന്നത് മാത്രമല്ല അതിന്റെ അർത്ഥം. തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത്, ചതിയും വഞ്ചനയും പാടില്ല എന്നുകൂടിയാണ്. എന്നിട്ട് അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ശൈലി നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അയാളുടെ വസ്ത്രത്തിൽ ഒരു കറ പുരണ്ടിട്ടില്ല, അയാളുടെ സ്വഭാവം മോശമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നല്ല തെളിഞ്ഞ ഫയലാണ് അദ്ദേഹത്തിൻ്റെത്, കറ പുരണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അയാളുടെ ശരീരത്തിൽ കറയൊക്കെ കാണുന്നുണ്ടാവും വസ്ത്രത്തിൽ, പക്ഷെ അവിടെ കറ പുരണ്ടിട്ടില്ല എന്ന് പറയുന്നത് അയാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നയാളല്ല എന്ന അർത്ഥത്തിലാണ്. അറബികളും അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കവിതയിൽ പറഞ്ഞത് അദ്ദേഹം പറയാണ്, വഇന്നീ ബിഹംദില്ലാഹി ലാ തൗബ ഫാജിരിൻ ലബിസ്തു വലാ മിൻ ഗദ്റത്തിൻ അതഖന്നഉ. വഇന്നീ ബിഹംദില്ലാഹി, ഞാൻ തീർച്ചയായും അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അല്ലാഹുവിന്റെ സ്തുതി കൊണ്ട് ഞാൻ ലാ തൗബ ഫാജിരിൻ ലബിസ്തു, ഞാനൊരു തെറ്റിന്റെ വസ്ത്രം അണിഞ്ഞിട്ടില്ല, വലാ മിൻ ഗദ്റത്തിൻ അതഖന്നഉ, ചതിയുടെ മുഖമൂടിയും ഞാൻ അണിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ തൗബ ഫാജിരിൻ എന്ന് പറഞ്ഞാൽ ഒരു മ്ലേച്ഛന്റെ അധർമ്മിയുടെ വസ്ത്രം ഞാൻ അണിഞ്ഞിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ വേറെയും കവികൾ ഇതിന് പറഞ്ഞു കാണാം, ഇദൽ മർഉ ലം യൽബസ് സിയാബൻ മിനത്തുഖാ തഖല്ലബ ഉരിയാനൻ വലൗ കാന കാസിയാ. ഇദാ ലം യൽബസിൽ മർഉ, ഒരു മനുഷ്യൻ ധരിച്ചിട്ടില്ലെങ്കിൽ സിയാബൻ മിനത്തുഖാ, തഖ്വയുടെ വസ്ത്രം അവൻ അണിഞ്ഞിട്ടില്ലെങ്കിൽ തഖല്ലബ ഉരിയാനൻ വലൗ കാന ഖാസിയാ, അവൻ വസ്ത്രം നണിഞ്ഞാലും നഗ്നനായി മാറും. തെറ്റ് ചെയ്യുന്ന ഒരാള് രഹസ്യമായിട്ട് തെറ്റ് ചെയ്താലും അതെപ്പോഴെങ്കിലും പുറത്തേക്ക് വരും. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും രൂപത്തിൽ അത് പുറത്തേക്ക് വരും. അത് അള്ളാന്റെ ഒരു സുന്നത്താണ്. ഏറ്റവും രഹസ്യമായി സ്ഥിരമായി തെറ്റ് ചെയ്യുക, അള്ളാനെ പേടിയില്ലാതെ. അയാൾ വിചാരിക്കും ഞാൻ വളരെ ഭദ്രമായി, ആരും കാണുന്നില്ല, ആരും കാണൂല എന്നൊക്കെ അയാൾ ഇങ്ങനെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും.
അത് സാമ്പത്തികമായ തെറ്റുകളാണെങ്കിലും ശരി, ധാർമ്മികമായ തെറ്റുകളാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു സമയത്ത് അത് പുറത്തു വരും, വഷളാവും. അവൻ എത്ര മാന്യമായ വസ്ത്രം ധരിച്ചാലും, എത്ര മാന്യതയുടെ ഉടയാടകൾ അണിഞ്ഞാലും, അവൻ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും ശരി, അവൻ സമൂഹത്തിന്റെ മുമ്പിൽ നഗ്നനാക്കപ്പെടും. വഖൈറു ലിബാസിൽ മർഇ ത്വാഅതു റബ്ബിഹി വലാ ഖൈറ ഫീ മൻ കാന ലില്ലാഹി കാസിയാ. വഖൈറു ലിബാസിൽ മർഇ, ഒരു മനുഷ്യൻ ധരിക്കുന്ന ഏറ്റവും ഉത്തമമായ വസ്ത്രം ത്വാഅതു റബ്ബിഹി, അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അല്ലാഹു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. വലാ ഖൈറ ഫീ മൻ കാന ലില്ലാഹി ആസിയാ, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരിൽ ഒരു നന്മയും ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് വസിയാബക ഫതഹിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുമ്പോൾ ഒന്നാമത്തെ വ്യാഖ്യാനമായി മഹാന്മാര് പഠിപ്പിക്കുകയാണ്, തെറ്റുകളൊന്നും ചെയ്യരുത്, തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യരുത്. കാരണം ആളുകളെ നന്നാക്കാൻ ഇറങ്ങുമ്പോ ഈ ഇറങ്ങുന്നയാള് തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ അതിന് സ്വാധീനം ഉണ്ടാവില്ല. ആ തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ശക്തി ഉണ്ടാവില്ല. ധാർമ്മികമായ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. നല്ല തഖ്വയുള്ള ഒരു മകനെ വാപ്പാക്ക് പേടിയായിരിക്കും. നല്ല തഖ്വയുള്ള ഒരു ഭാര്യയെ ഭർത്താവിന് പേടിയായിരിക്കും. നല്ല തഖ്വയുള്ള ഒരു അനുജനെ ജ്യേഷ്ഠന് പേടിയായിരിക്കും. നല്ല തഖ്വയുള്ള സാധാരണ ഒരു ഓഫീസ് പോയി ആ കമ്പനിയുടെ മാനേജർക്ക് പേടിയായിരിക്കും. ബലം പ്രയോഗിക്കാനും ജോലിയിൽ നിന്ന് പുറത്താക്കാനും തല്ലാനും പിടിക്കാനൊക്കെ പറ്റുന്നവരും, പക്ഷെ പേടിയായിരിക്കും. വലിയ വലിയ ഓഫീസുകളിൽ കൈക്കൂലി വാങ്ങുന്ന വലിയ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിനെയോ ക്യാമറയോ ഒന്നും ആയിരിക്കില്ല പേടി. ആ ഓഫീസിൽ ചായ കൊടുക്കുന്ന ബോയ് അവൻ ശുദ്ധനാണെങ്കിൽ, തഖ്വയുള്ളവനാണെങ്കിൽ അവനെ പേടിയായിരിക്കും. അതാണ് ധാർമ്മികതയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതാണ് ഈമാനിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അതങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് എത്ര വലിയ ശക്തിയുണ്ടെന്ന് തോന്നിയാലും ഉള്ള് പേടിയായിരിക്കും, ഉള്ളില് ദൗർബല്യമായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രബോധനത്തിന് ഇറങ്ങാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒന്നാമത്തെ ദിവസം തന്നെ അള്ളാഹു പറയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വസിയാബക ഫതഹിർ. വല്ല കറയും ശരീരത്തിലുണ്ടോ, വല്ല കറയും വസ്ത്രത്തിലുണ്ടോ, ആളുകൾക്ക് എനിക്കെതിരെ ഉന്നയിക്കാൻ പറ്റിയ വല്ല കുറ്റവും തെറ്റുമുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കണം. വസിയാബക ഫതഹിർ ഐ മിനദ്ദംബി, കുറ്റങ്ങളിൽ നിന്ന്, ത്വഹിറഹ മിനൽ മആസി, തെറ്റുകളിൽ നിന്ന്. ഫകാനത്തിൽ അറബു തുസമ്മിർ റജുല ഇദാ നകസ വലം യഫി ബിഅഹദിൻ അന്നഹു ലദനിസു തിയാബ്. പറഞ്ഞ വാക്ക് പാലിക്കാതെ ചതിയും വഞ്ചനയുമായി കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ജാഹിലിയ്യ കാലത്തെ അറബികൾ പറയുമായിരുന്നു, അവന്റെ വസ്ത്രം ചേറ് പുരണ്ടിരിക്കുന്നു എന്ന്. വസ്ത്രത്തിൽ ചേറുണ്ടാവില്ല, പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കൂല. അതുപോലെ തന്നെ ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്നയാളാണെങ്കിൽ ജാഹിലിയ്യ കാലത്ത്, ഏത് ഈ ഖുർആനൊക്കെ ഇറങ്ങണേന്റെ മുമ്പത്തെ കാലാണ് ജാഹിലിയ്യ കാലം. ആ കാലത്ത് ജാഹിലിയ്യ അറബികൾ പറയായിരുന്നു, ഓന്റെ കുപ്പായം ചെളി പുരണ്ടിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. വൈദാ വഫാ വ അസ്ലഹ, എന്നാൽ വാഗ്ദാനം പാലിക്കുകയും കരാറ് പാലിക്കുകയും ചെയ്ത് നല്ല നിലക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അറബികൾ പറയുമായിരുന്നു, ല മുതഹിറു തിയാബ്,
നല്ല തെളിഞ്ഞ ശുദ്ധമായ വസ്ത്രമാണ്, വസ്ത്രധാരിയാണ് എന്ന് പറയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വസിയാബക ഫതഹിർ എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? യഗ്സിൽഹാ ബിൽ മാഇ, വെള്ളം ഉപയോഗിച്ച് കഴുകണമെന്നാണ്. വസ്ത്രം വെള്ളം ഉപയോഗിച്ച് കഴുകണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ആന്തരികമായ ആത്മീയമായ ശുദ്ധിയും ബാഹ്യമായ ശുദ്ധിയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ളതാണ്. അതൊരിക്കലും അതിൽ അവൻ വീഴ്ച വരുത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഷേഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ വലിയ മഹാപണ്ഡിതൻ പറയാണ്, ഇദാ തഹുറ ളാഹിറുൽ ഇൻസാനി ബിൽ മാഇ, ഒരു മനുഷ്യന്റെ ബാഹ്യം ശരീരം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. വതാഹുറ ബാത്തിനുഹു ബിത്തൗഹീദി വൽ ഈമാനി, അവന്റെ ആന്തരികം ഈമാൻ കൊണ്ടും തൗഹീദ് കൊണ്ടും ശുദ്ധമായി. സഫത്തു റൂഹുഹു, അവന്റെ ആത്മാവ് തെളിഞ്ഞതായി തീരും. വതാബത്ത് നഫ്സുഹു, അവന്റെ മനസ്സ് വിശുദ്ധമായി തീരും. വനശിത ഖൽബുഹു, അവന്റെ ഹൃദയം ഉന്മേഷമുള്ളതായി തീരും. വസാറ മുഹയ്യഅൻ ലിമുനാജാതി റബ്ബിഹി, അങ്ങനെ അവൻ തന്റെ രക്ഷിതാവുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിന് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയവനായി തീരും. ഫീ അഹ്സനി ഹൈഅ, ഏറ്റവും ഉത്തമമായ രൂപത്തിൽ. ബദനിൻ താഹിരിൻ, ശുദ്ധമായ ശരീരം. വഖൽബിൻ താഹിരിൻ, ശുദ്ധമായ ഹൃദയം. വലിബാസിൻ താഹിരിൻ, ശുദ്ധമായ വസ്ത്രം. ഫീ മക്കാനിൻ താഹിർ, ശുദ്ധമായ സ്ഥലം. ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണിതൊക്കെ. നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഏതെല്ലാം മതങ്ങൾക്ക് ആരാധനകളുണ്ട്, ഏതെല്ലാം മതവിഭാഗങ്ങൾ പൂജാ വഴിപാടുകളുണ്ട്. സ്വന്തം ചോർന്നൊലിക്കുന്ന വീട് നിലനിൽക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുള്ള പ്രദേശത്ത് ഒരു പള്ളിയുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളത്തിന് ദൂരങ്ങളിൽ പോയിട്ട് വെള്ളം കയറ്റി കൊണ്ടുവരുന്ന പ്രദേശങ്ങളിൽ പോലും ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒന്നുകൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് ആ പള്ളിയിൽ കയറി ഒന്നുകൊടുക്കാൻ മാത്രമല്ല, മൂത്രമൊഴിച്ചിട്ട് ശുദ്ധിയാക്കാൻ, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണത്. വെള്ളമില്ലാത്ത ഒരു കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ എന്തോ ഒരടങ്ങാറാണ് ഒരു മരുഭൂമിയിൽ. ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം, ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആളുകൾക്ക് അറിയാം. നമ്മളെ ഈ പതള്ള മാർദ്ദവമായ ഭൂമിയിൽ ഒരു കൊഴിയോ ചാരോ കൊഴിക്കുന്നത് പോലല്ല ആ പ്രദേശത്ത് മരുഭൂമിയിൽ കിണർ കുഴിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു തുള്ളി വെള്ളം ശുദ്ധജലം അന്ന് കിട്ടണമെങ്കിൽ ഇന്ന് ആളുകൾക്ക് അങ്ങനെ അറിയില്ല. കാരണം അത്രയും വലിയ വിപുലമായ യന്ത്ര സാമഗ്രികൾ കൊണ്ട് ശുദ്ധീകരിച്ച് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. ആ കാലത്ത് മൂത്രമൊഴിച്ചാൽ കഴുകി വൃത്തിയാക്കണമെന്ന് പഠിപ്പിക്കുക. മൂത്രമൊഴിച്ചാൽ കഴുകി വൃത്തിയാക്കണമെന്ന് പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ യാത്ര ചെയ്യുന്ന ആളുകൾ, കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലൊക്കെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ മാർബിളൊക്കെ പതിച്ചിട്ടുണ്ടാവും. സ്ഥിരമായ ആളുകൾ മൂത്രമൊഴിക്കുന്ന സ്ഥലത്താണെങ്കിൽ ആ മാർബിൾ ദ്രവിച്ചത് കാണാൻ സാധിക്കും. വെറും വെള്ളം വീഴുന്ന സ്ഥലമല്ല അത്. മൂത്രമൊഴിക്കുന്ന സ്ഥലം കൃത്യമായി വൃത്തിയായി കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ആ മൂത്രത്തിന്റെ ഗാഠത നിങ്ങൾ നോക്കൂ. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി മൂത്രം അവനിൽ അവശേഷിക്കാത്ത വണ്ണം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മണ്ണിന്റെ കട്ടയോ പേപ്പറോ ഉണങ്ങിയ ഇലകളോ എന്തെങ്കിലും എടുത്തിട്ട് അത് ഒപ്പിക്കളയണമെന്നാണ്. അതിങ്ങനെ വലിച്ചു കുടിക്കും. ശരീരത്തിൽ ആ നജസ് അവശേഷിക്കുകയില്ല.
വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴുകരുത് എന്ന് വിചാരിക്കരുത്. അവിടെ നിങ്ങൾ ഒരു കല്ലോ മൺകട്ടയോ ഇലയോ കടലാസോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു പ്രാവശ്യമല്ല 3 കല്ല് ഉപയോഗിക്കണം. അത്രയും പോരാൻ. കാരണം ആ നജസ്, ആ ഗാഠമായ വിസർജ്യം ശരീരത്തിന് ദോഷമുണ്ടാകരുത്. തനസ്സഹൂ മിനൽ ബൗലി, നിങ്ങള് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി കഴുകി വൃത്തിയാക്കണം. ഒരു കാരണം പറയാ, ഫഇന്ന ആമ്മത അദാബൽ ഖബ്രി മിൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഇന്ന ആമ്മത അദാബൽ ഖബ്രി മിൻഹു, ഖബറിലെ ശിക്ഷയിൽ കാര്യമായി ആളുകൾ ഖബറിലെ ശിക്ഷ അനുഭവിക്കുന്നതിന് ഒരു കാരണം മൂത്രമൊഴിച്ചിട്ട് ശരിയായിട്ട് ശൗചം ചെയ്യാത്തതാണ്. അപ്പൊ ചെറിയ മക്കളെ മദ്രസയെ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കണം. കേവല വൃത്തിക്ക് വേണ്ടി മാത്രമല്ല. ബാത്റൂമിൽ ചെറിയ മക്കൾ പോയാലേ ചിലപ്പോ തിരക്ക്, കളിയുടെ തിരക്കിൽ മൂത്രമൊഴിക്കാൻ പോയാൽ മൂത്രമൊഴിച്ചിട്ട് ശരിക്കും കഴുകാതെ ഓടി വന്ന് കളിയേക്കും. അപ്പൊ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ, 2-ാം ക്ലാസ് പഠിക്കുന്ന മോളെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, മലമൂത്ര വിസർജനം ചെയ്ത് ശരിക്ക് വൃത്തിയായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോ ആരും കാണൂല. നിങ്ങൾ ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഒക്കെ പോയാൽ ആരും കാണൂല എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കണ്ട. ഫഇന്ന ആമ്മത അദാബൽ ഖബ്രി മിൻഹു, ഖബറിലെ ശിക്ഷയിൽ കാര്യമായി ഉണ്ടാകുന്ന ഒരു കാരണം ഇത് വൃത്തിയാകാത്തോണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഇങ്ങനെ നടന്നു പോവുക ഒരു ഖബറിന്റെ അടുത്ത് കൂടി. അപ്പൊ സഹാബിമാർ റസൂൽ ചോദിക്കുക, ഈ ഖബറിൽ കിടക്കുന്ന 2 ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുക്കുക. എന്തോ വലിയ കുറ്റം ചെയ്തിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട കേട്ടോ. അവരെന്തോ വലിയ ഒരു 100 ആളെ കൊന്ന് കുറെ ലക്ഷങ്ങൾ കട്ടു, വലിയ എന്തോ കുറ്റം ചെയ്തിട്ടാണ് നിങ്ങൾ വിചാരിക്കും. അമ്മൽ അവ്വലു, അതിലൊരാൾ ഫകാന ലാ യസ്തൻജിഉ മിനൽ ബൗലി, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് വൃത്തിയാക്കുമായിരുന്നില്ല. ഒരാളുടെ കുറ്റത. വാമ്മസാനി, രണ്ടാമൻ ഫകാന യംശി ബിന്നമീമ, അവൻ ആളുകളുടെ ഇടയിൽ ഏഷണിയും പരദൂഷണവുമായി നടക്കുകയായിരുന്നു. ഏഷണിക്കാരനായിരുന്നു. അതായിരുന്നു അവന്റെ പണി. നോക്കൂ നിങ്ങൾ, 2 കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രമൊഴിച്ച ഒരാൾ കഴുകുമ്പോൾ അയാളെ കയ്യും കൂടി കഴുകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു ദീനാണത്! അയാളുടെ ലിംഗം കൈകൊണ്ട് പിടിച്ചാൽ അത് കഴുകുമ്പോൾ അയാളെ കയ്യും കൂടി കഴുകുകയാണ്. ലോകത്ത് ഏത് ദർശനമുണ്ട്? ഇത് ദീനിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല, ഖബറിലെ ശിക്ഷയ്ക്ക് വരെ കാരണമാകും വൃത്തിയായിട്ടില്ലെങ്കിൽ. അതോടൊപ്പം തന്നെ ഖബറിലെ ശിക്ഷയ്ക്ക് കാരണമാകും ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദുമായിട്ട് നടക്കുമ്പോൾ. ഒന്ന് ശാരീരികമായ രോഗം ഉണ്ടാക്കാൻ കാരണമാകും, മറ്റത് മാനസികവും സാമൂഹികവുമായ രോഗങ്ങളുണ്ടായി സമൂഹത്തെ ദൂഷിപ്പിക്കും. ഇത് മനസ്സിലായോ? മഖാസിദു ശരിയ, ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും, ഓരോ ചെറുതും വലുതുമായ നിയമങ്ങളും ഈ രൂപത്തിൽ ഒരു സത്യവിശ്വാസിയല്ല, സത്യനിഷേധി നിഷ്പക്ഷനാണെങ്കിൽ പോലും അവൻ പഠിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ദീനിന്റെ മഹത്വം, ഈ വിധിവിലക്കുകളുടെ ഔന്നത്യം, ഇവയുടെ സൽഫലങ്ങൾ, മസ്ലഹത്തുകൾ അവർക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയായി ബന്ധപ്പെട്ടതിന് ശേഷം ആയത്തിൽ പറയുന്ന കണങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും മിനസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി
വംസഹൂ ബിറൂസികും വഅർജുലകും ഇലൽ കഅബൈൻ. കാല് നെരിയാണി ഉൾപ്പെടെ കഴുകണം. എന്നാ വൃത്തിയുണ്ടെങ്കിൽ എപ്പോഴും കാല് കഴുകാൻ ചിലപ്പം പ്രയാസാവും. നല്ല കാലൊക്കെ കഴുകി വൃത്തിയാക്കി ഓലുമൊക്കെ എടുത്ത് കാലൊക്കെ തുടച്ച് സോക്സൊക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാള് ഒരു ടൂറ് പോവാന്ന് വിചാരിച്ചോളി, കടപ്പുറത്ത് ബീച്ചില് ഒരു ആസ്വാദനത്തിന് പോവാന്ന് വിചാരിച്ചോളി. അപ്പൊ അയാൾക്ക് നിസ്കരിക്കേണ്ട സമയമായി. ചിലപ്പോ അവിടെ തൽക്കാലം ഒതുവെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, കാല് കഴുകാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യന്മാരെ അടങ്ങാറാക്കാണല്ല. കാല് കഴുകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് നിസ്കരിക്കാക്കേണ്ടിയില്ല. ഒതു എടുത്തതിന്റെ ശേഷമാണ് സോക്സും ബൂട്ടും ഒക്കെ ഇട്ടിട്ടെങ്കിൽ അതിന്റെ മുകളിൽ തടവിയാൽ മതി. അപ്പോ നിങ്ങൾ അതിന്റെ മുകളിൽ തടവിയാൽ മതി. യുഎഇയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ഒരു വൈകുന്നേരം എന്നോട് പറയാണ്, ഞാൻ ലോഹർ നിസ്കരിച്ചിട്ട് കുറെ കാലമായി, ഞാൻ അസറിന്റെ കൂടെ നിസ്കരിക്കലായിരുന്നു. അത് ശരിയാവുമോ? അങ്ങനെ ജമ്മാക്കിയാൽ ശരിയാവുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് യാത്രയുടെ ഇടയിലാണോ? അല്ല. നിങ്ങൾ രോഗം കാരണാണോ? അല്ല. പിന്നെന്താ? അത് അവിടെ കാല് കഴുകാൻ പറ്റൂല. ഓതു എടുക്കുമ്പോ കാല് കഴുകാൻ പറ്റൂല. ഓതു എടുക്കാൻ എങ്ങനെ നിസ്കരിക്കുക? അപ്പൊ നിസ്കാരത്തിൽ വീഴ്ച പറ്റുന്ന ആളല്ല. അപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പലരും. അവർക്ക് ഇതൊക്കെ സോക്സും ഇതൊക്കെ ഇട്ട് പോകേണ്ടി വരും. അപ്പൊ മക്കളോട് സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒതു എടുത്തതിന് ശേഷമായിരിക്കണം മക്കളെ ഇത് അണിയേണ്ടത് എന്ന് പഠിപ്പിച്ചാൽ മതി. പിന്നെ ഒതു എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? വെള്ളം കൈകൊണ്ട് ഇങ്ങനെ കയ്യിലെടുത്ത് കയ്യൊക്കെ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കളഞ്ഞിട്ട് വലത്തെ കൈ കൊണ്ട് വലത്തെ കാല് സോക്സിന്റെ മുകളിൽ അല്ലെങ്കിൽ ഷൂവിന്റെ മുകളിൽ ബൂട്ടിന്റെ മുകളിൽ ഇങ്ങനെ തടവിയാൽ മതി. മേലെ ഭാഗമാണ് തടവേണ്ട, അടിയല്ല. രണ്ടും ഇങ്ങനെ തടവിയാൽ അവർക്ക് കടപ്പുറത്തോ പാർക്കിലോ വിജനമായ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഷൂ ഒന്നും ഊരാതെ തന്നെ നിസ്കരിക്കാം. സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഊരിയിട്ട് സോക്സ് അണിഞ്ഞിട്ട് നിസ്കരിക്കണമെങ്കിൽ അങ്ങനെയും നിസ്കരിക്കാം. ഏതാണോ ഊരുന്ന മേലല്ല തടവേണ്ടത്, ഊരാത്തമേലാണ് തടവേണ്ടത്. അപ്പൊ ഷൂ ഊരി വെച്ചിട്ട് ഉള്ളിൽ വെക്കുന്ന ആളാണെങ്കിൽ സോക്സും തടവിയാൽ മതി. സോക്സിന് കീറലുണ്ടാവുന്നതേ ഉള്ളൂ. ശരീരം മറക്കുന്ന, കാല് മറക്കുന്ന സോക്സ് ആയാൽ മതി. ആ ആയത്തുകളൊക്കെ വിശദീകരിച്ചിട്ട് ഇനി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടായാൽ നിങ്ങൾ ശുദ്ധി വരുത്തണം. വൈകുന്തും മറുതാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ. രോഗാണ്, അല്ലെങ്കിൽ യാത്രയാണ്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചു എന്ന അഭിപ്രായമുണ്ട്, സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. രണ്ട് രൂപത്തിലാ വിശദീകരണം. ഏതായിരുന്നാലും ഫലം തജിദൂ മാഅൻ, ഈ വെള്ളം കണ്ടില്ല നോക്കുക. ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ, എങ്കിൽ നിങ്ങൾ ശുദ്ധമായ മണ്ണ് ഉദ്ദേശിക്കണം. ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദിയകും മിൻഹു, അതിലടിച്ച് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കൈകളും കഴുകണം. എന്നിട്ട് അള്ളാഹു പറയും, നിങ്ങളെന്താ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയത്? നിങ്ങളെന്താ ദീനിനെ പറ്റി മനസ്സിലാക്കി? ഇത് അടങ്ങാറാക്കാനുള്ളതാണെന്നാ? ഒരിക്കലും അല്ല. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, അള്ളാഹു പറയാ, നിങ്ങൾക്കൊരു അടങ്ങേറുണ്ടാക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, പക്ഷേ യുരീദു ലിയുതഹിറകും, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തശ്കുറൂൻ, അള്ളാഹുവിന്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർണ്ണമായും നൽകണമെന്നും ആണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി ഈ ദീനിനെ പഠിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
وأشهد أن لا إله إلا الله ولي الصالحين والصلاة والسلام على سيد المرسلين നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അതുകൊണ്ട് ശുദ്ധിയും ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും എത്ര ഗൗരവമുള്ളതാണ്. നിസ്കരിക്കുന്ന ഒരു മുസ്ലിം, കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മുസ്ലിം എത്രമാത്രം ശുദ്ധിയുള്ളവനായിരിക്കും അവന്റെ ഉള്ളും പുറവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. عن أبي مالك الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان. الطهور شطر الإيمان. طهور ശുദ്ധി എന്നത് ഈമാനിന്റെ പകുതിയാണ്. കാരണം ഉള്ളും നന്നാവും പുറവും നന്നാവും. അങ്ങനെയുള്ള ആളുകളെ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന, അല്ലാഹു ഉള്ളു ശുദ്ധീകരിക്കുന്നവരെ പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, ബാഹ്യമായി ശുദ്ധീകരിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന